ഹായ് ഫ്രണ്ട്സ്, കേച്ചുളാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങളിപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ, അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പം മദ്രസയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ ലീവ് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ മദ്രസിലും വെക്കേഷൻ ആയതുകൊണ്ട് ഇന്ന് ഉമ്മയുടെ വീട്ടിൽ പോകാൻ ലീവ് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവർക്ക് ഇന്ന് സ്വത്തും സഫും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് അവിടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരടിയിലേക്ക് പോവാം. പിന്നെ സനു അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോകും. ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, സനു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സനുവിനെ ഞാൻ കടിച്ചേരാം. സനു അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഇതാ ഫ്രണ്ട്സ്, സനു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് കേട്ടോ, കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. അപ്പോൾ സനു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, മീനു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും കുളിച്ചിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുളിച്ച് ഫ്രഷ് ആയിരിക്കുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഞാൻ ഇതാണ് ഇടുന്നത്. അപ്പം ഞാൻ റെഡി ആവാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. സനു ഇവിടെ ഉണ്ട്, ഞാൻ സനുവിനെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കുളി കഴിഞ്ഞിട്ട് ഇതാണ് ഡ്രസ്സ്. അപ്പം ഞാൻ പോകും കേട്ടോ. സനുവിന് ഇമ്മയാണ് ഒരുക്കി കൊടുക്കുക. ഫ്രണ്ട്സ്, സനു ഇമ്മയാണ് ഒരുക്കുന്നുണ്ട്. ഞാൻ റെഡി ആവാൻ പോകുന്നുണ്ടോ. ഇമ്മയുടെ കളിയിലാണ് ഇമ്മേനെ ഒരുക്കി തരാറ്. ഞാൻ ഒറ്റക്ക് ഒരുക്കും കേട്ടോ. പക്ഷെ ഇപ്പോൾ സനുവിനെ ഇമ്മയാണ് ഒരുക്കണ. സനുത ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇമ്മയാണ് സന്നിനെ ഒരുക്കുക. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൾക്ക് എപ്പോഴും ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം. ഇപ്പോൾ കയ്യിൽ എന്തോ ഒരു കണ്ണാടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോണത്. സ്വത്തും മിതും ഒക്കെ ഉണ്ട്. ഓല് ഞങ്ങളെല്ലാവരും കൂടെയാണ് പോണത്. അപ്പോൾ കാറ് അവിടെ കാറിനൊന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ദിവസം ഒന്ന് റെഡി ആവാൻ വേണ്ടി ഇട്ടേക്കണത്. കാർ എടുക്കാൻ പറ്റില്ല. പിന്നെ അപ്പോൾ ഞങ്ങൾ മാമിയും കൂടി ഉള്ളതുകൊണ്ട് മാമിയും ഞങ്ങളൊക്കെ കാറിലാണ് ഞങ്ങൾ പോവല്. പക്ഷെ ഇപ്പോൾ കാർ അങ്ങനെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഓട്ടോയിലാണ് അല്ലേ. സ്വത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് തന്നെ കാണിച്ചു കൊടുക്കാം വീഡിയോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അമ്മ വന്നിട്ട് ഒരിക്കും അല്ലേ സനു. ഇതെന്ത് കണ്ണാടിയാ? ഒരു സൈക്കിളിൻ്റെ പൊട്ടിയ കണ്ണാടിയാണ്. അതാണ് അവള് നോക്കണത്. കിടവും സൈക്കിളിൻ്റെ കണ്ണാടിയാണ്. അതെടുത്തിട്ടാണ് നോക്കണത്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ സൈക്കിളിൻ്റെ കണ്ണാടി കൈ പിടിച്ചേക്കണത് അല്ലേ. അത് പൊട്ടി പോകുന്നു, അതുകൊണ്ട് അവള് എടുത്തിക്കണത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ മുടി വാർന്നിട്ടുണ്ട്. പക്ഷേ ഹാൻഡ് വാഷ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് മുടി കെട്ടാൻ വേണ്ടിയിട്ട് മുടി അഴിച്ചിട്ട് കടമ്മ വന്നിട്ടാണ് കെട്ടിത്തരിക. ഞാൻ ആദ്യം അവളോട് ചോദിച്ചു ഹെയർ വാഷ് ചെയ്തു. അവള് ഹെയർ വാഷ് അവള് ഹെയർ വാഷ് ചെയ്തിട്ടില്ല. ഞാൻ അവളടുത്ത് ചോദിച്ചു ഹെയർ വാഷ് ചെയ്തു. പക്ഷെ അവള് വെറുതെ മുടി അയച്ചിട്ടിക്കാണ്. എന്നിട്ട് ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ എന്നിട്ട് അവൾക്ക് ഇങ്ങനെ കൊണിയണം അല്ലേ ശരി. സമയം 10 to 10 ആണ്. കറക്റ്റ് 10 to 10 ആണ് സമയം. ഞങ്ങൾ 11 മണിക്കാണ് ഓട്ടോ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഡാൻസ് പ്രാക്ടീസിലാണ് അവൾക്ക് ഷോർട്സ് എടുക്കാനുള്ളത്. അപ്പോൾ ഓള് 11 മണിയാകുമ്പോഴാണ് ഓട്ടോ വരിക. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ഓട്ടോ 11 മണിയാകുമ്പോൾ വരും. ഇപ്പോൾ 10:10 സമയം. 50 മിനിറ്റ് കൊണ്ട് എല്ലാവരും ഒരുങ്ങാൻ കഴിഞ്ഞു. ഇനിയും സമയം കൂടിയുള്ളൂ ഒരുങ്ങാനും. മേമ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞങ്ങൾ ആദ്യം എടുക്കാണ് ഓട്ടോ വരിക. എന്നിട്ട് ഞങ്ങൾ കയറി പോയിട്ട് പിന്നെ മേമാനെ എടുത്തിട്ട് മേമാനെ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും മട വീട്ടിലേക്ക് പോവും. അപ്പോൾ സ്വത്ത് ഭയങ്കര വെയിറ്റിങ്ങിലാണ് ഞങ്ങളെ കാണാനായിട്ട്. അവളിപ്പം കൂടി വിളിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഡാൻസാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം അവളുടെ ഡാൻസ്. പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളൊറ്റക്ക് പാട്ട് പാടിയിട്ട് ഓളൊറ്റക്ക് തന്നെ ഡാൻസ് കളിക്കണേ. ഇവർക്ക് പിന്നെ ഫോണിൽ പാട്ട് വെക്കൊന്നും വേണ്ട. ഓൾ ഒറ്റയ്ക്ക് പാടി കളിച്ചോളും അല്ലേ.
തുടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ റൂമിൽ ഇരുന്നിരുന്നത്. ഇപ്പോൾ കറണ്ട് വന്നു, സമയം പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഇങ്ങനെ എപ്പോഴുള്ള എടുത്തൊന്നുമില്ല, ഇങ്ങനത്തെ ലീവ് കിട്ടില്ല. സ്കൂള് തുറക്കാനായി, ഇനിയിപ്പോൾ മദ്രസയും ഇങ്ങനെയാണ് ലീവ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പോണത്. ഇപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അമ്മ പോകുന്നതിന് മുമ്പൊക്കെ ക്ലീൻ ചെയ്ത് വിട്ട് പോയാലേ അമ്മക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അമ്മ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ തുടച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തുടച്ചിട്ട് ഉണങ്ങി കുറച്ച് നേരം ആയി തുടച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഇപ്പോൾ കറണ്ട് വന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്തൊന്നും ഇനി പോകില്ല. ഇനി ഇപ്പോൾ വ്യാഴാഴ്ചയാണെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഇനി പിന്നെ ഓണ വെക്കേഷനൊക്കെയാണ് ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പോകുക. അപ്പോഴും മദ്രസ ചിലപ്പോഴാണ് ഞങ്ങൾക്ക് ലീവ് കിട്ടുക. ഇനി വലിയ പെരുന്നാൾ ജൂൺ 6-ാം തീയതി ഒക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ മദ്രസ ലീവ് ഉണ്ടാകും. പക്ഷേ സ്കൂൾ തുറന്ന ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ സ്കൂളിൽ ഞങ്ങൾക്ക് ലീവ് കിട്ടില്ല. ഒന്ന് പോയി വരാനുള്ള ഇതേ ഉണ്ടാവുള്ളൂ. അത് നിൽക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല വലിയ പെരുന്നാൾക്ക്. ഇപ്പം ലീവ് കിട്ടിയതുകൊണ്ട് ഞങ്ങളിപ്പോൾ പോവാണ്. ഞാൻ മറ്റേ നമ്മളെ ഹെയർ ഓയിലത്തിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിലിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ 2 ദിവസമായിട്ടുള്ളൂ ഇട്ടിട്ട്. അപ്പോൾ അത് 3 ദിവസം ആഴ്ചയോളം ഇട്ടിട്ട്. അപ്പം അത് ഇങ്ങനെ നോക്കിയായിരുന്നു. ഇനി സാധനം ഒരുങ്ങിയില്ല, ഒന്നും വന്നില്ല. അവിടെ അടുക്കളയിൽ ചെറിയ പണികളുണ്ടായില്ല. അടുക്കള തുടച്ചുകൊണ്ടിരിക്കുകയാണ്. കിച്ചൺ അടുക്കള തുടക്കല് തുടപ്പൊലിമ്പാണ്. പോയിട്ട് ഇപ്പോൾ വരും ഉമ്മ വന്ന് ഉമ്മ ഫ്രഷ് ആയ ശേഷം സാധനം ഉമ്മ റെഡിയാവും. അപ്പോഴത്തേക്കിന് 11 മണിയാകും. അപ്പോൾ വണ്ടി വന്ന് നമ്മൾ ഫ്രണ്ട്സ് ഞങ്ങൾ മമ്മാൻ്റെ കൂടെ ഇപ്പോൾ വണ്ടി റെഡി ആയിട്ട് ഞാൻ റെഡിയായി.